വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ പറ്റിയാണ്. പ്രചോദനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ? ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കൊണ്ട് തട്ടിയിട്ട് നമുക്ക് ശ്വാസം വിടാൻ മേലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇവരൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമാകത്തില്ല എന്ന രീതിയിലാണ് ഇവർ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് 20-നും 40-നും ഇടയ്ക്കുള്ള ആൾക്കാരെയാണ്. വിചിത്രമായ വീഡിയോ ടൈറ്റിൽസുമായിട്ടാണ് ഇവരെല്ലാം ഓപ്പണിംഗ് ചെയ്യുന്നത്. ഡു 5 തിങ്സ് യു ഗെറ്റ് സെൽഫ് കോൺഫിഡൻസ്. അതുപോലെ തന്നെ 7 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. നല്ല നേരം നോക്കി നിൽക്കരുത്. അതുപോലെ തന്നെ ഇപ്പം പുതിയതായിട്ടൊരു ചങ്ങാതി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ്. പുള്ളിയുടെ വീഡിയോ ടൈറ്റിലൊക്കെ ഭയങ്കര വിചിത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മളെ പറ്റിക്കാനായിട്ട് മോട്ടിവേഷനായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറ്റിക്കാൻ ശ്രമിക്കുന്ന കാര്യം നമ്മളോട് തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, നീ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഈ തട്ടിപ്പ് കാണിച്ച് പഠിച്ചവരെല്ലാം ജീവിതത്തിൻ്റെ അവസാനം വരെ അവരിങ്ങനെ ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ ഈ ഭൂമിയുടെ മണ്ടയ്ക്ക് വന്ന് അപ്രത്യക്ഷമായാൽ അതിലും ശക്തിയുള്ള ഒരുത്തന് ലോഞ്ച് ചെയ്യും. മോട്ടിവേഷൻ ചെയ്യുന്ന എല്ലാവർക്കും വ്യക്തമായ അജണ്ടയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെയല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഇഡിയറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവരുടെ പുറയിലുണ്ട്. അവർ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവന്മാർ ലോഞ്ച് ചെയ്തൊരു പകുതി ആകുമ്പോഴത്തേന് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക, ബിസിനസ്സുകാർക്ക് പുതിയ ഐഡിയാസ് പറയുക. പണ്ടൊക്കെ മെത്തക്കച്ചവടമായിരുന്നു. അതിനൊക്കെ മുമ്പ് കൂട്ടിക്കൊടുപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്ന്, പിമ്പ് ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇന്ന് പലരും പല ഫീൽഡിലും കാണിക്കും. ഇന്ന് മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഇവൻ്റ് നമ്മൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾ ദൈവങ്ങളും മതത്തിലുള്ളവരും ബെന്തിക്കോസ്റ്റിലെ പാസ്റ്റർമാരുമൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതിനെക്കാട്ടിലും വിചിത്രമായ രീതിയിലാണ് ഇവർ ഓരോ വീഡിയോ ടൈറ്റിലുമായിട്ട് ഓപ്പണിംഗ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം മുമ്പിലോട്ട് പോകുന്നത് നമ്മുടെ സ്മാർട്ട്നെസ്സോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പാരമ്പര്യമോ ബാങ്ക് ബാലൻസോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും വെച്ചല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെസ്റ്റിനി അനുസരിച്ചാണ്. നമ്മുടെ ഗിഫ്റ്റഡ് പാക്കേജ് അത് വേറൊരാൾക്ക് മാറ്റാൻ പറ്റുന്നതല്ല. നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയും മതപണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനേഴ്സിൻ്റെയും ആൾ ദൈവങ്ങളുടെ അടുത്തൊക്കെ പോയി വായും പൊളിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആരും ഇങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ആൾ ദൈവങ്ങളുടെ അടുത്ത് പോയിട്ടോ ഒന്നുമല്ല അവർക്ക് എന്തെങ്കിലും അവരുടെ അച്ചീവ് ചെയ്യുന്നത്. അവർക്ക് ദൈവം ജന്മന കിട്ടിയ ഗിഫ്റ്റഡ് പാക്കേജാണ് അത്. അതിൻ്റെ സമയമാകുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ബ്ലെസ്സിങ്സ്. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം, ഇന്ന് മനുഷ്യനെല്ലാം അഹങ്കാരവും അജ്ഞതയും ആർത്തിയുമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ 50 പേർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. മരുന്ന് കഴിക്കുന്നവരും മെൻ്റൽ ബാലൻസ് ഇല്ലാത്തവരും ഇവരെയൊക്കെയാണ് ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇവർ. അതുകൊണ്ടാണ് ഇന്ന് കണക്കിന് ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ മോട്ടിവേഷണലായിട്ടും ആൾ ദൈവങ്ങളും മത തീവ്രവാദികളും ഒക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ടൺ കണക്കിന് അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് പലരുടെ കയ്യിലും ഉള്ളത്. അപ്പം ഈ റിസോഴ്സസ് ഒക്കെ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ കാശുള്ളവർ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയും മതപണ്ഡിതന്മാരെയും കോർപ്പറേറ്റ് ട്രെയിനേഴ്സിനെയും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരെയും ഈ ലോവർ മിഡിൽ ക്ലാസ്സും ആയിട്ടുള്ള ആൾക്കാരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എല്ലാം നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും നമ്മളെ ഗുണം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മതഗ്രന്ഥങ്ങളൊന്നും ദൈവം മോളിൽ നിന്ന് കെട്ടി താഴോട്ട് ഇറക്കിയതൊന്നുമല്ല. ഇവിടെ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അസ്ട്രോളജിയിലും ഹ്യൂമൻ സൈക്കോളജിയിലും ഒക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എഴുതി വെച്ച പല ഗ്രന്ഥങ്ങളാണ് ഇന്ന് ബൈബിളായിട്ടും ഖുറാനായിട്ടും ഭഗവത്ഗീതയൊക്കെ ആയിട്ട് പൊങ്ങി വന്നിരിക്കുന്നത്. ഈ മതഗ്രന്ഥങ്ങളിലെ എല്ലാം ടീച്ചിങ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് അറിയുക എന്നുള്ള. ബൈബിളിൽ മാത്യുവും ലൂക്കിൽ 2 വാക്യങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവർക്കും ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സീക്ക് ഫസ്റ്റ് കിങ്ഡം ഓഫ് ഗോഡ്.
ലൂക്കിൽ പറയുന്നുണ്ട് കിങ്ഡം ഓഫ് ഗോഡ് വിതിൻ യു. ജനിക്കാനൊരു സമയമുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാനും ഓരോ കാര്യങ്ങൾ അനുഭവിക്കാനും ഓരോ സമയങ്ങളുണ്ട്, മരിക്കാനും ഓരോ സമയങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PhD ഡോക്ടറേറ്റോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിലൊന്നും ജോലിയൊന്നും വേണ്ട. ചെറിയ എമൗണ്ടിലും വലിയ എമൗണ്ടിലും ഒക്കെ നമുക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യുന്ന ശിങ്കിടികളായിട്ടുള്ള ആൾക്കാരുടെ വചനങ്ങളൊന്നും കേൾക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുക. അതേ ഉള്ളൂ ഇതിനൊരു ഏക ഉപാധി.